ഇന്നത്തെ വിശേഷത്തിൽ മീൻ കിട്ടിയിരിക്കുന്നത് പൂമീൻ എന്നാണ് പറയുന്നത്. ആ മീൻ കട്ടിങ് പീസായിട്ട് വാങ്ങിച്ചിട്ട് മുളക് അരച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഏത്തയ്ക്ക വെച്ച മധുരപ്പച്ചടി വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലുണ്ട്. നീളമുള്ള അച്ചിങ്ങപ്പയറുണ്ടല്ലോ, അത് മുളക് ഇടിച്ചിട്ടിട്ട് നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ചേക്കും. രാവിലെ എനിക്കും അമ്മൂനും പയർ തോരനല്ല, പയർ പുഴുങ്ങിയതായിരുന്നു തേങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ചേട്ടന് ദോശ ഉണ്ടാക്കി കൊടുത്തു. ചേട്ടനൊന്നും കഴിക്കത്തില്ല. പിന്നെ ഇന്ന് ശിവരാത്രിയിൽ മോക്കൊക്കെ ഇനി സ്കൂളിൽ 3-ാം തീയതി എക്സാമിന് പോയാൽ മതി. ഇവിടെ ഉണ്ട് പഠിക്കുന്നിരുന്നു. ചേട്ടൻ ജോലിക്ക് പോയി. ചേട്ടന് ശിവരാത്രി അങ്ങനെ അവധിയൊന്നുമില്ലല്ലോ. അപ്പം ജോലിക്ക് ചേട്ടൻ പോയി. പിന്നെ അപ്പുറത്തെ പിള്ളേരെല്ലാം അപ്പുറത്തുണ്ട്. അപ്പം പൊന്നുമൊക്കെ അമ്മ ഇവിടെ മുറിക്കകത്തിരുന്ന് പഠിക്കുന്നു. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്നൊരു മങ്ങൽ പോലെ ഉണ്ട് ഇടയ്ക്ക്. പക്ഷെ നല്ല ചൂടിന് നല്ല ചൂടുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ ചെറിയൊരു മങ്ങലുണ്ട്. ഇവിടെ ഇനി പത്രം ഒന്ന് വായിക്കുമ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വെയില ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഇപ്പം മങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ വിശേഷം എന്തെന്നാൽ അപ്പുറത്തുനിന്ന് വന്ന കറികൾ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പുറത്തുനിന്ന് ഇപ്പോഴാണ് കറികൾ കൊണ്ടുവന്ന്. മീൻ കറിയുണ്ട്. എന്തോ മീനാണെന്ന് അറിയത്തില്ല. സാമ്പാർ, മുരിങ്ങയുടെ ഇല തോരൻ, ചക്ക വേവിച്ചത്, പപ്പടം. ഇപ്പോൾ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഞാനും അവിയലും കൊടുത്തു, മെഴുക്കുവരട്ടിയും കൊടുത്തു, പച്ചടിയും കൊടുത്തു. അപ്പം ഇപ്പോഴത്തെ ഇത്ര കറിയില്ല. ഇപ്പുറത്തോടെ ഞങ്ങൾക്ക് എപ്പോഴും 2 കൂട്ടരും കൂടെ ഉച്ചയ്ക്ക് ഒരു 5-8 കൂട്ടം കറികൾ കാണും. കാരണം ഓരോ വീട്ടിലും 2-3 കറി വെക്കും. അപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം കൊടുക്കുമ്പോൾ ഉച്ചക്കത്തേക്ക് കാണും. വൈകിട്ടത്തേക്ക് അവരവരുടെ വീട്ടിൽ വെക്കുന്ന കറി മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? കുടുംബത്തോട്ട് അങ്ങനെ കൊടുക്കാറില്ല. ഇത് എല്ലാ ദിവസവും കൊടുക്കുന്നു ഞങ്ങൾ കേട്ടോ.